നമസ്കാരം. പലസ്തീൻ എന്ന രാജ്യത്ത് ഹമാസ് എന്ന ഭീകര സംഘടന അധികാരത്തിലെത്തിയാൽ അത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലെയായിരിക്കുമെന്ന് എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സാത്താനിക് വേഴ്സസ് എന്ന കൃതിയിലൂടെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണി നേരിടുന്ന എഴുത്തുകാരൻ ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പാണിത്. 1980-കൾ മുതൽ താൻ പലസ്തീനു വേണ്ടി വാദിച്ചിരുന്നു. ഇപ്പോഴും അതേ നിലപാട് ആണ് തനിക്കുള്ളത്. എന്നാൽ ആ രാജ്യം ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഹമാസ് ഭരിക്കുമായിരുന്നു, അത് ഇറാന്റെ ഒരു സഖ്യരാജ്യം മാത്രം ആകുമായിരുന്നു എന്നാണ് റുഷ്ദി പറയുന്നത്. US ക്യാമ്പസിൽ നടക്കുന്ന പലതരം ഗാസ അനുകൂല പ്രതിഷേധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് റുഷ്ദി ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ഗാസയിലെ നിരപരാധികളുടെ ഭരണത്തിൽ മനുഷ്യത്വമുള്ളവർ എല്ലാവരും വിഷമിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധങ്ങൾ ഹമാസിനെയും പരാമർശിക്കേണ്ടതുണ്ട്. ഹമാസും ഒരു തീവ്രവാദ സംഘമാണ്. ചെറുപ്പക്കാരും പുരോഗമന ചിന്തയുള്ളവരുമൊക്കെ ഇത്തരം ഫാസിസ്റ്റ് തീവ്രവാദ സംഘടനയെ എങ്ങനെ പിന്തുണയ്ക്കുന്നുവെന്ന് ഞാൻ അമ്പരക്കുന്നു എന്നാണ് റുഷ്ദി പറയുന്നത്. ഒരു ജർമ്മൻ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പരാമർശങ്ങൾ. പടിഞ്ഞാറൻ പുരോഗമന പ്രസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്നത് ഇതാണോ? അദ്ദേഹം സംശയിക്കുന്നു. മറ്റൊരു ആയത്തുള്ള ഖുമൈനിയുടെ ഉയർച്ചയ്ക്കെതിരെ ലോകത്തിന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. സൽമാൻ റുഷ്ദിയുടെ സാത്താനിക് വേഴ്സസ് എന്ന നോവൽ ഇറാന്റെ ആത്മീയ നേതാവായ ആയത്തുള്ള ഖുമൈനി 1989 നിരോധിക്കുന്നത്. അതിൽ ദൈവനിന്ദ ഉണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. സൽമാൻ റുഷ്ദിക്കെതിരെ അന്ന് പുറപ്പെടുവിച്ച ഫത്വ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ ഭീഷണി മൂലം ഒളിവിലാണ് റുഷ്ദി ജീവിക്കുന്നത്. ഒക്ടോബർ 7 ഇസ്രായേലിന് നേർക്കുണ്ടായ ഹമാസിന്റെ ആക്രമണത്തിൽ അതിന്റെ പശ്ചാത്തലത്തിൽ വേണം നാം റുഷ്ദിയുടെ ഈ പ്രസ്താവനകളെ കാണേണ്ടത്. ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് ഹമാസിന്റെ ആക്രമണത്തിലൂടെ 1000-ലധികം ഇസ്രായേലികളാണ് അന്ന് നഷ്ടമായത്. തുടർന്ന് 7 മാസമായി ഇസ്രായേൽ നടത്തിവരുന്ന നീണ്ട യുദ്ധത്തിൽ 35,000-ഓളം പേർ പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ കൂടിയാണ് എഴുത്തുകാരനായ സൽമാൻ റുഷ്ദി. സർവകലാശാലയിൽ നടക്കുന്ന പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കാൻ അദ്ദേഹം പക്ഷേ തയ്യാറായില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രകടനം നടത്താനുള്ള അവകാശത്തെ മാനിക്കുമ്പോഴും മറ്റു വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാലയം സുരക്ഷിതമെന്ന് ഉറപ്പാക്കാനുള്ള അവകാശമുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഗാസയിലെ മരണത്തോട് എല്ലാവർക്കും ഒരു വൈകാരിക പ്രതികരണമുണ്ട്. അത് ശരിയാണ്, അങ്ങനെ തന്നെ വേണം. എന്നാൽ അത് ആന്റി സെമിറ്റിസത്തിലേക്ക് അനുകൂലമായി തിരിച്ചുവിടുമ്പോൾ അതിൻ്റെ ആനുകൂല്യം നേടുന്നത് ഹമാസാണ്. അങ്ങനെ തീവ്ര സംഘടനയെ പിന്തുണയ്ക്കേണ്ടി വരുന്നു. അത് വളരെ പ്രശ്നകരമാണ്. യഥാർത്ഥത്തിൽ ഗാസ അനുകൂല പ്രകടനങ്ങൾ പോലും തീവ്രവാദ അനുകൂലമായി മാറുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇത് തിരിച്ചറിയേണ്ടതുണ്ട്.